ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമന്റ് കൂടി ചെയ്യുക. ഇന്ന് ഭാഗ്യം ഇവർക്കൊപ്പം. ഈ രാശിക്കാർക്ക് ഇനി വച്ചടി കയറ്റം, ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കുന്ന ദിവസമാണ് ഇന്ന്. ജൂലൈ 19 വെള്ളിയാഴ്ച ചന്ദ്രൻ വ്യാഴത്തിന്റെ രാശിയായ ധനുരാശിയിൽ സംക്രമിക്കുന്നു. വ്യാഴവും ചൊവ്വയും ഒരുമിച്ച് ഇടവരാശിയിൽ നിൽക്കുന്നതിനാൽ ഗുരുമംഗളയോഗം രൂപപ്പെടുന്നു. കൂടാതെ ഇന്ന് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. ഈ ദിവസം ഗുരുമംഗള യോഗത്തോടൊപ്പം രവിയോഗം, ചന്ദ്രയോഗം, മൂലം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനം രൂപപ്പെടുന്നു. ജ്യാതിഷം അനുസരിച്ച് മിഥുനം, ചിങ്ങം, കന്നി എന്നിവയുൾപ്പെടെ 4 രാശിക്കാർക്ക് ഇന്ന് രൂപം കൊള്ളുന്ന ശുഭകരമായ യോഗങ്ങളിൽ നിന്ന് പ്രയോജനം ലഭിക്കാൻ പോകുന്നു. ഈ 4 രാശിക്കാർക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുകയും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുകയും ചെയ്യും. ജാതകത്തിൽ ശുക്രന്റെ സ്ഥാനം ശക്തിപ്പെടുകയും ലക്ഷ്മിയുടെ അനുഗ്രഹം നിലനിൽക്കുകയും ചെയ്യും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ലഭിക്കും. ജൂലൈ 19 വെള്ളിയാഴ്ച ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യം ലഭിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യത്തെ രാശി ഇടവമാണ്. ജൂലൈ 19 ഇടവം രാശിക്കാർക്ക് ശ്രേഷ്ഠമായ ദിവസമാണ്. ഇടവം രാശിക്കാർക്ക് ലക്ഷ്മീദേവിയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ലഭിക്കാനും ആത്മീയ പ്രവർത്തനങ്ങളിൽ താൽപര്യം പ്രകടിപ്പിക്കാനും സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾക്കൊപ്പം ഏതെങ്കിലും ചടങ്ങുകളിൽ പങ്കെടുക്കാനാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ചിലരുടെ സഹായത്താൽ നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങൾ വിവാഹത്തിന് യോഗ്യരാണെങ്കിൽ ഇന്ന് അവർക്ക് നല്ല ബന്ധങ്ങൾ വന്നേക്കാം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ വിജയിക്കുകയും നിങ്ങളുടെ നിക്ഷേപങ്ങൾ നല്ല ലാഭം നൽകുകയും ചെയ്യും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. ചിങ്ങമാണ് അടുത്ത രാശി. ജൂലൈ 19 ചിങ്ങം രാശിക്കാർക്ക് നല്ല ദിവസമാണ്. ചിങ്ങം രാശിക്കാർ അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. എന്തെങ്കിലും പ്രശ്നത്താൽ നിങ്ങൾ അസ്വസ്ഥനാണെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും. അത് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ലക്ഷ്മി ദേവിയുടെ കൃപയാൽ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുകയും നിങ്ങളുടെ മധുരമായ സംസാരത്തിലൂടെ മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. ബിസിനസ്സുകാർക്ക് ഒന്നിനു പുറകെ ഒന്നായി പുതിയ ഡീലുകൾ പൂർത്തിയാക്കാൻ അവസരം ലഭിക്കും. രാഷ്ട്രീയത്തിൽ ഉള്ളവർ ചില സ്വാധീനമുള്ളവരുമായി ചങ്ങാത്തത്തിലായേക്കാം. അത് അവരുടെ പിന്തുണ വർദ്ധിപ്പിക്കുകയും നല്ല അവസരങ്ങൾ നൽകുകയും ചെയ്യും. അടുത്ത രാശി തുലാം ആണ്. തുലാം രാശിക്കാർക്ക് ജൂലൈ 19 ഗുണകരമാകും. തുലാം രാശിക്കാർക്ക് ശുക്രന്റെ അനുഗ്രഹത്താൽ ഭൗതിക സുഖങ്ങൾ വർദ്ധിക്കുകയും സമ്പത്തിൽ നല്ല വർധനവ് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യാൻ പദ്ധതിയിടുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ശുഭകരമായ യോഗങ്ങളുടെ ഗുണം ലഭിക്കും. അതുവഴി നിങ്ങളുടെ ബിസിനസ് നേട്ടമുണ്ടാക്കും. ശുക്രന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഭൂമി, വാഹനപ്രീതി എന്നിവ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൽ കഠിനാധ്വാനം ചെയ്യേണ്ടിവരും. എങ്കിൽ മാത്രമേ അവർക്ക് വിജയത്തിന്റെ പടവുകൾ കയറാൻ കഴിയൂ. നിങ്ങളുടെ ബുദ്ധിയും നൈപുണ്യവും ഉപയോഗിച്ച് ബിസിനസ്സിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും അത് നിങ്ങൾക്ക് ഫലം ചെയ്യും. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് മറ്റേതെങ്കിലും കമ്പനിയിൽ നിന്ന് ഒരു നല്ല ഓഫർ ലഭിച്ചേക്കാം. നിങ്ങളുടെ സംസാരരീതിയിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇത് നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. മകരം ആണ് അടുത്ത രാശി. ജൂലൈ 19 മകരം രാശിക്കാർക്ക് മൂലം ഗുണകരമാണ്. മകരം രാശിക്കാർക്ക് ലക്ഷ്മി ദേവിയുടെ പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരിക്കും. കൂടാതെ ഭാഗ്യം കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. സന്താനങ്ങളിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കാനാകും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല വിജയം ലഭിക്കും. ജോലിയുള്ള ആളുകൾക്ക് അവരുടെ മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം ഉണ്ടാകും. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ഏതൊരു ജോലിയും പൂർത്തിയാക്കും. നിങ്ങൾക്ക് സംതൃപ്തി അനുഭവപ്പെടും. കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വീട്ടിലെ ചില ശുഭകരമായ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. വീട്ടിൽ ചില അതിഥികളും വന്നേക്കാം.